ഹായ് എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി പാർട്ടിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ബി പാർട്ടിൽ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബി പാർട്ടിൽ പല സ്റ്റുഡൻസും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പാർട്ടിൽ പല ടൈപ്പാണ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് അല്ലെ. അതായത് മെമ്മോ, മാനുവൽ, എക്സ്ട്രാക്ട്, ഇമെയിൽ, ഗൈഡ് ലൈൻസ്, ഇങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വായിക്കുക അത് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് ആ അപ്രോച്ചോട് കൂടി പാസേജ് പോയി പാസേജ് വായിക്കാം. പാസേജ് വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് അത് എലിമിനേറ്റ് ചെയ്യാം. സോ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പാസേജ് ഇൻഡെപ്ത് ആയിട്ട് വായിക്കണം എന്നില്ല. ജസ്റ്റ് പാസേജിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഐഡിയ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വായിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഓപ്ഷൻസ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് നോക്കിയാൽ മതി. സോ 2 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് അത്യാവശ്യം ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവം തന്നെയാണ് ബി പാർട്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് നമുക്ക് അവിടെ ടൈം കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 5 എണ്ണം ചെയ്താലും മതി. ഈ 5 എണ്ണം കറക്റ്റ് ആക്കിയാൽ മതി. എന്തായാലും നമുക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. 30 ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന രീതിയിൽ എങ്ങനെയായാലും കുഴപ്പമില്ല സ്കോർ അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണതിലല്ല കാര്യം, ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആക്കുന്നതിലാണ് കാര്യം അല്ലേ. സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്ത് തന്നെ വായിച്ച് നമ്മൾ എടുക്കുന്ന ആൻസേഴ്സ് കൃത്യമാക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ബി പാർട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ലിസണിങ്ങും എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ് വർക്ക്ഔട്ട് ആണ് കേട്ടോ. റീഡിങ്ങിന്റെ ടിപ്സും ട്രിക്സും ഒക്കെ തന്നെയാണ് ലിസണിങ്ങിലും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പക്ഷെ ലിസണിങ്ങിൽ നമുക്ക് ഒരു വട്ടേ കേൾക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. സോ കുറച്ചുകൂടെ കൂടുതൽ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ മെയിൻ പർപ്പസ് ഓഫ് ദ എക്സ്ട്രാക്ട് ഈസ് ടു. നമ്മുടെ എക്സ്ട്രാക്റ്റിൽ ഇതൊരു എക്സ്ട്രാക്ട് ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? സോ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ സെന്റൻസുകളായിരിക്കും ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ അതായത് പ്രയോറിറ്റി കുറഞ്ഞ സെന്റൻസുകൾ ആൻസറിലേക്ക് വരാറില്ല. പ്രയോറിറ്റി കുറഞ്ഞ സെന്റൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾസോ വെച്ചിട്ടൊക്കെ വരുന്ന സെന്റൻസ്, ഓൾസോ വെച്ചിട്ട് വരുന്ന സെന്റൻസ് പ്രയോറിറ്റി കുറവായിരിക്കും. ഓക്കെ, അതുപോലെ മേ, ക്യാൻ, കുഡ്, മൈറ്റ്, എ പോസിബിലിറ്റി, ഇറ്റ് ഈസ് ലൈക്ലി ടു ബി, ഇങ്ങനെ വരുന്ന പോസിബിലിറ്റി കാണിക്കുന്ന സെന്റൻസുകളും മെയിൻ പർപ്പസിലേക്ക് വരാറില്ല. മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ ഇതൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോൾ സാധ്യതയുണ്ട്, നടക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ സാധ്യതയില്ല, അങ്ങനെ പറയുന്ന സെന്റൻസ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. സോ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമുക്ക് ആദ്യം ആ ഒരു പാസേജ് വായിക്കാം. മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു കീവേഡ് ഒന്നും എടുക്കാനില്ല അല്ലെ. കീവേഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് പാസേജിൽ ഏതെങ്കിലും ഒക്കെ സെന്റൻസ് മാത്രം വായിച്ചാൽ മതിയായിരുന്നു. സോ ഇവിടെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ തന്നെ നോക്കണം. അപ്പൊ ഇവിടെ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ആനിമൽ വേസ്റ്റ്, എന്തെങ്കിലും ഹെഡിങ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒന്നും കൂടെ നമുക്ക് ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഇതിനെ കുറിച്ചാണല്ലോ എന്നുള്ള ഒരു ഐഡിയ കിട്ടെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ആനിമൽ വേസ്റ്റ്. ആനിമൽ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ഡിസ്പോസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തായാലും ഈ OIT എന്ന് പറയുന്നത് നഴ്സുമാരുടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ എക്സാം ആണ്. സോ ആനിമൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ യൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽ വേസ്റ്റിന്റെ കാര്യമായിരിക്കും പറയണത്. നോക്കിക്കേ, ആനിമൽ ബൈ പ്രോഡക്ട്സ് ഫ്രം ഹെൽത്ത് കെയർ അല്ലെ. ഹെൽത്ത് കെയറിൽ നിന്നുള്ള ആനിമൽ ബൈ പ്രോഡക്ട്സ്, അതായത് റിസർച്ചിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാവ് സ്പെസിഫിക് ലെജിസ്ലേറ്റീവ് റിക്വയർമെന്റ്സ് ഫോർ ഡിസ്പോസൽ ആൻഡ് ട്രീറ്റ്മെന്റ്. അതിന് ട്രീറ്റ് ചെയ്യണതും ഡിസ്പോസൽ ചെയ്യുന്നതും ഒക്കെ അതിൽ പ്രത്യേകമായിട്ടുള്ള നിയമപരമായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മൾ വീട്ടിലാണെങ്കിൽ അല്ലെ എന്തെങ്കിലും ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. They are defined as entire bodies or parts of animals or products of animal origin not intended for human consumption, including ova, embryos and semen. അതായത് അതിന്റെ ഡെഫിനേഷൻ ആണ് ആനിമൽ വേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ എൻറ്റയർ ബോഡി, അല്ലെങ്കിൽ ആനിമലിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അല്ലെങ്കിൽ ആനിമൽ ഒറിജിന്റെ പ്രോഡക്ട്സ്, ഹ്യൂമൻ കൺസംഷന് പറ്റാത്ത പ്രോഡക്ട്സ് എന്ന് എടുത്ത് പറയാൻ. കാരണം ഇപ്പൊ പശുവിന്റെ പാല് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, നെയ്യ്. അപ്പൊ അത് നമ്മൾ കൺസംഷൻ ഇല്ലാത്ത, എന്താണ് ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യാത്ത ആനിമൽ പ്രോഡക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് ഓവ, എംബ്രിയോ, സെമൻ അല്ലെ. ഇനി
അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ആനിമൽ ബൈ പ്രോഡക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവിടെ പറഞ്ഞത്. അങ്ങനെ ഐഡിയ എടുത്ത് പോകണം. ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും അത് എന്തിനെ കുറിച്ചാണെന്നുള്ളത് മനസ്സിലാക്കി പോകണം. ഇനി ദ ആനിമൽ ബൈ പ്രോഡക്ട്സ് റെഗുലേഷൻസ് ആർ ഡിസൈൻ ടു പ്രിവെന്റ് ആനിമൽ ബൈ പ്രോഡക്ട്സ് ഫ്രം പ്രസന്റിംഗ് എ റിസ്ക് ടു ആനിമൽ ഓർ പബ്ലിക് ഹെൽത്ത് ത്രൂ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ്. അത് എന്തിനാണ് ഇങ്ങനെയുള്ള റെഗുലേഷൻസ്, റൂൾസും കാര്യങ്ങളും ലെജിസ്ലേറ്റീവ് റിക്വയർമെന്റ്സ് ഒക്കെ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആനിമൽ ബൈ പ്രോഡക്ട്സ് ആനിമൽസിനോ പബ്ലിക് ഹെൽത്തിനോ ഓക്കെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ, റിസ്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുവഴി നമ്മുടെ ഡിസീസ് ട്രാൻസ്മിഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ദിസ് എയിം ഈസ് അച്ചീവ്ഡ് ബൈ റൂൾസ് ഫോർ കളക്ഷൻ, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ്, പ്രോസസിംഗ് ആൻഡ് യൂസ് ഓർ ഡിസ്പോസൽ ഓഫ് ആനിമൽ ബൈ പ്രോഡക്ട്സ് ആൻഡ് പ്ലേസിംഗ് ഓൺ ദ മാർക്കറ്റ്, എക്സ്പോർട്ട് ആൻഡ് ട്രാൻസിറ്റ് ഓഫ് ആനിമൽ ബൈ പ്രോഡക്ട്സ് ആൻഡ് സർട്ടൻ പ്രോഡക്ട്സ് ഡിറൈവ് ഫ്രം ദം. അതിന്റെ മീനിങ് ആണ് പറഞ്ഞത്. ഈ എയിം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം റൂൾസ് വെച്ചിട്ടാണ്. അത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. അതായത് കളക്ഷൻ, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ്, പ്രോസസിംഗ്, ഇതിലെല്ലാം റൂൾസ് ഉണ്ട് അല്ലെ. അതുപോലെ യൂസും ഡിസ്പോസലും, പിന്നെ മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്നത്, സെല് ചെയ്യുന്നതിൽ, എക്സ്പോർട്ട് ചെയ്യുന്നതിൽ, പിന്നെ ആനിമൽ ബൈ പ്രോഡക്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചില പ്രോഡക്ട്സ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ചില പ്രോഡക്ട്സ്, ഇതിലെല്ലാം റൂൾസ് വെച്ചുകൊണ്ടാണ് ഈ എയിം നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഇത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് വായിക്കുമ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പോകും ഓരോ സെന്റൻസ്. അപ്പൊ അവിടെ നോക്കിയേ, പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് ദ ലീഗൽ റിക്വയർമെന്റ്സ് ഫോർ ഡിസ്പോസിംഗ് ഓഫ് ആനിമൽ വേസ്റ്റ്. ആനിമൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ലീഗൽ റിക്വയർമെന്റ്സ്, അതിന്റെ ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ ഒരു ഐഡിയ എടുത്താൽ അത് പറയാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ ലെജിസ്ലേറ്റീവ് റിക്വയർമെന്റ്സ് ആവശ്യമാണ്. അത് അച്ചീവ് ചെയ്യണം. റെഗുലേഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യുന്നത് പല പല റൂൾസ് ഉണ്ടാക്കിക്കൊണ്ടാണ്. സോ മൊത്തത്തിൽ ലെജിസ്ലേറ്റീവ് റിക്വയർമെന്റ്സ് അവിടെ പറയുന്നുണ്ട് അല്ലെ, അതായത് ലീഗൽ റിക്വയർമെന്റ്സ്. അപ്പൊ മൊത്തത്തിൽ അതൊരു ഐഡിയ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ബി നോക്കിക്കേ, ഡിസ്ക്രൈബ് റൂൾസ് ഫോർ പ്രോപ്പർ സെല്ലിംഗ് ആൻഡ് എക്സ്പോർട്ട്. അതായത് സെല്ലിങ്ങിനും എക്സ്പോർട്ടിനും റൂൾസ് വെച്ചുകൊണ്ടാണ് അല്ലെ ഇത് ഈ ഒരു പാസേജ് ഹാൻഡിൽ ചെയ്യണം. അപ്പോ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് സെല്ലിങ്ങും എക്സ്പോർട്ടും, സെല്ലിംഗ് എന്ന് വെച്ചാൽ പ്ലേസിംഗ് ഓൺ ദ മാർക്കറ്റും എക്സ്പോർട്ടും, അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് വെച്ചിട്ടാണോ നമ്മൾ അല്ലെ മെയിൻ പർപ്പസ്, അതായത് ഇതിനു വേണ്ടി മാത്രമുള്ള റൂൾസ്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ്? ഇല്ല. ഇവിടെ കളക്ഷൻ, ട്രാൻസ്പോർട്ട് മുതൽ അങ്ങോട്ടുള്ള എല്ലാ പർപ്പസും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നോക്കിയേ, സി ഡിഫൈൻ ദ മീനിങ് ഓഫ് ആനിമൽ ബൈ പ്രോഡക്ട്സ് ഫോർ ഹെൽത്ത് കെയർ റിസർച്ച്. ഹെൽത്ത് കെയർ റിസർച്ചേഴ്സിന് ആനിമൽ ബൈ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. ആക്ച്വലി അതവിടെ പറയുന്നുണ്ട് അല്ലെ, ഈ സെല്ലിങ്ങും എക്സ്പോർട്ടും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആനിമൽ ബൈ പ്രോഡക്ട്സിന്റെ മീനിങ്, ഡെഫിനിഷൻ അവിടെ പറയുന്നുണ്ട് അല്ലെ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെന്റൻസ്, ദേ ആർ ഡിഫൈൻഡ് ആസ് എൻറ്റയർ ബോഡീസ്. അപ്പൊ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ അതില് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് പാസേജിൽ വരാം അല്ലെ. മിക്കവാറും ഉള്ള ഓപ്ഷൻസ് പാസേജിൽ അതുപോലെ കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഏതാണ്, അതാണ് ആൻസറിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ സെല്ലിങ്ങും എക്സ്പോർട്ടും ഡീറ്റെയിൽ ആയിട്ടാണോ പറയണത്? അല്ല. ഇനി അതുപോലെ ഡിസ്ക്രിപ്ഷൻ പറയാൻ വേണ്ടിയിട്ട്, അതായത് ഈ ആനിമൽ ബൈ പ്രോഡക്റ്റ് എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു പാസേജ്? അല്ല. സോ അതുകൊണ്ട് ആൻസർ എന്തിലേക്ക് പോകും? കെയിലേക്ക് പോകും. അതായത് ലീഗൽ റിക്വയർമെന്റ്സിനെ കുറിച്ചാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. സോ ഇങ്ങനെ വേണം മെയിൻ പർപ്പസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ മെയിൻ പർപ്പസ് ഞാൻ ആദ്യം പറഞ്ഞു, മൈറ്റ് അല്ലെ, പോസിബിലിറ്റി ആയിട്ട് വരണമൊന്നും നമ്മൾ എടുക്കുന്നില്ല, ഓൾസോ വരണ എടുക്കത്തില്ല. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള മെത്തേഡ് മാത്രം വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? കാരണം ഇതിൽ അങ്ങനെയുള്ള സംഭവം കൊടുത്തിട്ടില്ല. ഓൾസോ വെച്ചിട്ടോ അല്ലെങ്കിൽ മൈറ്റ്, ക്യാൻ, കുഡ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പോസിബിലിറ്റി ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. സോ അങ്ങനെ വന്നില്ലെങ്കിലും നമ്മൾ എങ്ങനെ എടുക്കണം? മൊത്തത്തിലുള്ള ഐഡിയ എന്താണോ അതായിരിക്കണം ആൻസറിലേക്ക് എടുക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, കീവേഡ് ബേസ്ഡ് ആണ്. ഞാൻ ഒരു പർപ്പസ് ടൈപ്പും ഒരു കീവേഡ് ബേസ്ഡും ആണ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കാരണം പർപ്പസ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം അല്ലെ, കീവേഡ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് പർപ്പസ് ടൈപ്പ് ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അക്കോർഡിംഗ് ടു ദ എക്സ്ട്രാക്ട്, എക്സ്ട്രാക്ടിനെ സംബന്ധിച്ച് വാട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് റീയൂസിംഗ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് വെൻ ടു ബി യൂസ്ഡ് വൺസ്. ഒരു വട്ടം മാത്രം യൂസ് ചെയ്യേണ്ട മെഡിക്കൽ എക്യുപ്മെന്റ് റീയൂസ് ചെയ്താലുള്ള ഔട്ട്കം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോ റീയൂസ് ചെയ്യാൻ പാടില്ലാത്ത മെഡിക്കൽ എക്യുപ്മെന്റ് നമ്മൾ റീയൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോ അത് വെച്ചിട്ട് കീവേഡ് ആക്കിയിട്ട് നമുക്ക് പാസേജിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സെന്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വേറൊന്നുമല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സെന്റൻസ് വായിച്ചാലേ പറയാൻ പറ്റും അല്ലെ, അത് അതിൽ പറയുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോ ഓരോ സെന്റൻസും വായിച്ചിട്ട് ഇത് അവിടെ റീയൂസ് ചെയ്യണതിനെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളത് നോക്കണം. അപ്പൊ റീയൂസ് ചെയ്യുന്നതാണോ പറയുന്നത്? നോക്കിക്കേ, ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് എൻഡോസ്കോപ്സ് ഷുഡ് ബി അണ്ടർടേക്കൺ ബൈ ട്രെയിൻഡ് സ്റ്റാഫ് അല്ലെ. ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇതൊക്കെ ഏറ്റെടുക്കേണ്ടത്. റീയൂസിനെ കുറിച്ച് പറയുന്നുണ്ട്? ഇല്ല. അപ്പൊ അതവിടെ വിടുക. പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു പോകണം, അല്ലാതെ നമ്മൾ അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കണ്ട.
thorough cleaning with detergent remains the most important and first. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ക്ലീനിങ്ങിൽ എന്താണെന്നാ പറയുന്നത്? റീയൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. ക്ലീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഓട്ടോമേറ്റഡ് വാഷർ ഓർ ഡിസിൻഫെക്ടേഴ്സ് ഹാവ് ബിക്കം ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻഡോസ്കോപ്പി യൂണിറ്റ്. ക്ലീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, റീയൂസിനെ കുറിച്ച് പറയുന്നില്ല അല്ലെ? ഇനി മഷീൻസ് മസ്റ്റ് ബി റിലയബിൾ, ഇഫക്റ്റീവ്, ഈസി ടു യൂസ്, ഷുഡ് പ്രിവെന്റ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ബൈ ഡിസിൻഫെക്ടന്റ് ഇഫ് ആൻ ഇറിറ്റേറ്റിംഗ് ഏജന്റ് ഈസ് യൂസ്ഡ്. ഇറിറ്റേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യുന്നത് അല്ലെ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻസ് റിലയബിൾ ആണ്. അപ്പൊ റീയൂസിനെ കുറിച്ച് അവിടെ ഒന്നും പറയുന്നില്ല അല്ലെ? ഒരു വട്ടം മാത്രം യൂസ് ചെയ്യേണ്ട എക്യുപ്മെന്റ് നമ്മൾ റീയൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? പറയുന്നില്ലല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ തലേ വേണം. ട്രപ്സ് ഓഫ് ഡിസിൻഫെക്ടന്റ് ഷുഡ് നോട്ട് ബി യൂസ് ആൻറ്റി കണ്ടാമിനന്റ് പറയുന്നില്ലല്ലോ. അത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റീയൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഇനി വെനെവർ പോസിബിൾ സിംഗിൾ യൂസ് ഓർ ഓട്ടോക്ലേവബിൾ ആക്സസറീസ് ഷുഡ് ബി യൂസ്ഡ്. സിംഗിൾ യൂസ് ഐറ്റം യൂസ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അത് റീയൂസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു പറയുന്നില്ല. അത് വേണ്ട. ഇനി ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫർ, അപ്പൊ ഇതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, പിന്നെ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫെക്ഷൻ ഫ്രം ഇൻഅഡിക്വേറ്റ്ലി ഡീകണ്ടാമിനേറ്റഡ് റീയൂസബിൾ ഐറ്റംസ് മസ്റ്റ് ബി വെയ്റ്റഡ് എഗെയിൻസ്റ്റ് ദ കോസ്റ്റ്. അതായത് ഡീകണ്ടാമിനേറ്റഡ് റീയൂസബിൾ ഐറ്റംസ്, ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റീയൂസബിൾ ഐറ്റംസ്. റീയൂസബിൾ ഐറ്റംസ് ആണോ? അല്ല. റീയൂസ് ചെയ്യാൻ പാടില്ലാത്തത്, മെന്റ് ടു ബി യൂസ്ഡ് വൺസ് അല്ലേ? റീയൂസ് ചെയ്യാൻ പാടില്ലാത്തത് റീയൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ റീയൂസബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കോ? ഇല്ല. റീയൂസ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റംസിനെ കുറിച്ചല്ലേ ചോദിക്കുന്നത്. സോ അതും നമ്മൾ എടുക്കണ്ട. സോ ഇങ്ങനെ കീവേഡ് ബേസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് ഒരു സെന്റൻസ് ഒക്കെ മാത്രം വച്ചിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മൊത്തത്തിൽ വായിക്കണം. പക്ഷെ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒന്നോ രണ്ടോ സെന്റൻസ് മാത്രം കണക്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് പോയാൽ മതി. അപ്പൊ നമുക്കവിടെ കൂടുതൽ കൺഫ്യൂഷൻസ് വരത്തില്ല. അപ്പൊ ഇവിടെ വരെയുള്ളതൊന്നും വേണ്ട. ഇനി അടുത്തത് പിന്നെ ഒരു സെന്റൻസേ ഉള്ളൂ അല്ലെ? അതിൽ എന്തായാലും വരാതിരിക്കാൻ സാധ്യതയില്ല. ഒരു സെന്റൻസ് കൂടെ അല്ലേ ഉള്ളൂ. നോക്കിക്കേ, റീയൂസിംഗ് ആക്സസറീസ് ലേബിൾഡ് ഫോർ സിംഗിൾ യൂസ്. അതല്ലേ ഇവിടെ റീയൂസിംഗ് മെഡിക്കൽ എക്യുപ്മെന്റ് മെന്റ് ടു ബി യൂസ് വൺസ് അല്ലെ? പാരാഫ്രൈസിംഗ് ആണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? will transfer legal liability for the safe performance of the product from manufacturer to the user or his or her employers and should be avoided. അത് അവോയ്ഡ് ചെയ്യണം unless ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ക്രൈറ്റീരിയ ആർ മെറ്റ്. ഇതിന്റെ മീനിങ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് നമ്മൾ അങ്ങനെ റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുഫാക്ചററിൽ നിന്നും അതിന്റെ ലീഗൽ ലയബിലിറ്റി എന്ന് പറയുന്നത് യൂസറിലോട്ടോ എംപ്ലോയീസിലോട്ടോ പോകും. സോ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാം അല്ലെ? ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണത് വരെ അത് അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള മീനിങ്. അപ്പൊ എന്താണ് അതിന്റെ ലീഗൽ ലയബിലിറ്റി? അതായത് നിയമബാധ്യതകൾ. ഓക്കെ, റെസ്പോൺസിബിലിറ്റി. ലീഗൽ ലയബിലിറ്റി എന്ന് വെച്ചാൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി മാനുഫാക്ചറിൽ നിന്ന് യൂസറിലേക്ക് എംപ്ലോയറിലേക്ക് പോകുന്ന വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? യൂസറോ എംപ്ലോയീസോ ആയിരിക്കും പിന്നെ അതിന്റെ ലീഗൽ ലയബിലിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. മാനുഫാക്ചർ ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല അല്ലെ? അങ്ങനെ കറക്റ്റ് ആയിട്ട് മീനിങ് മനസ്സിലാക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ എന്ത് വരും? ദ മേക്കർ, അതായത് മാനുഫാക്ചറർ വിൽ ടേക്ക് നോ ലീഗൽ റെസ്പോൺസിബിലിറ്റി. അവര് ലീഗൽ ലയബിലിറ്റി ഏറ്റെടുക്കത്തില്ല അല്ലെ? ലീഗൽ റെസ്പോൺസിബിലിറ്റി, സേഫ്റ്റിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കത്തില്ല. പിന്നെ ആരാ ഏറ്റെടുക്കേണ്ടത്? യൂസർ അല്ലെങ്കിൽ എംപ്ലോയീസ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസറിലേക്ക് വരും. പിന്നെ എൻഡോസ്കോപ്പി യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ നോക്കിയിരിക്കുന്ന സെന്റൻസിൽ കൊടുത്തിട്ടില്ല. പക്ഷെ എൻഡോസ്കോപ്പി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് ഇവിടെ എൻഡോസ്കോപ്പി യൂണിറ്റ് മുകളിൽ. ഇനി ദർ ഇസ് എ ഹയർ ഇൻസിഡൻസ് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷന്റെ കാര്യം നമ്മൾ നോക്കിയ സെന്റൻസിൽ പറയുന്നുണ്ടോ? ലീഗൽ ലയബിലിറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇൻഫെക്ഷന്റെ ഒരു കാര്യം പറയുന്നില്ല. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിസ്ക് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫെക്ഷൻ റീയൂസബിൾ ഐറ്റത്തിന്റെയാണ് പറയുന്നത്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളത് മൊത്തത്തിൽ വായിക്കുകയാണെങ്കിലുള്ള പ്രശ്നം എൻഡോസ്കോപ്പി യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി യൂണിറ്റിന്റെ സെന്റൻസിലേക്ക് പോകണം. അതുപോലെ ക്രോസ് ഇൻഫെക്ഷന്റെ സംഭവം പറയുമ്പോൾ നമ്മളിത് ഇവിടെ റിസ്ക് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫെക്ഷൻ ആ ഒരു സെന്റൻസിലേക്ക് പോയി അത് മാച്ച് ചെയ്യണം. അപ്പൊ അവിടെ എത്ര ടൈം നമുക്ക് എടുക്കും? ഒരുപാട് ടൈം അവിടെ പോകും അല്ലെ? ഈ രണ്ട് ഓപ്ഷൻസ് പാസേജ് ആയിട്ട് മാച്ച് ചെയ്ത് അത് എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കൂടുതൽ ടൈം അവിടെ പോകും. അപ്പൊ കീവേഡ് ബേസ്ഡ് ആയിട്ടുള്ളത് കീവേഡ് ബേസ്ഡ് ആയിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു സെന്റൻസോ അല്ലെങ്കിൽ രണ്ട് സെന്റൻസോ ഒക്കെ ആയിരിക്കും അവിടെ ആൻസറിലേക്ക് എത്തുന്ന സെന്റൻസ് ആയിട്ട് കിടക്കുന്നത്. ഈ രണ്ട് സെന്റൻസ് മാത്രം ഓപ്ഷൻസ് വായിച്ച് മാച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എൻഡോസ്കോപ്പി യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്ന സെന്റൻസിൽ കൊടുത്തിട്ടില്ല. ക്രോസ് ഇൻഫെക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സെന്റൻസിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലീഗൽ ലയബിലിറ്റി ആണെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ തന്നെ കിട്ടും. സോ ഇങ്ങനെ മെത്തേഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഒരുപാട് ടൈമൊന്നും എടുക്കാതെ തന്നെ ആൻസറിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അതൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ ഗ്യാരണ്ടി പറയണില്ല.
എന്നാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 25 സ്കോർ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അതൊരു 28ലേക്ക് മിനിമം എത്തിക്കാൻ പറ്റും. അപ്പൊ 28 കിട്ടുന്ന ഒരാളിനോ ഈസി ആയിട്ട് 30ലേക്കെങ്കിലും എത്താൻ പറ്റും. ചെറിയ രീതിയിലെങ്കിലും സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഓക്കെ, അല്ലാതെ മറ്റുള്ളവർ പറയണ പോലെ ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 35 കിട്ടും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്കോറൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ റീഡിങ്ങിന്റെ രീതി മൊത്തത്തിൽ മാറും. നിങ്ങൾ നോർമലി ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചുമ്മാ വായിക്കുന്നു, പാസേജ് ചുമ്മാ വായിക്കുന്നു, പാസേജിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എലിമിനേഷൻ കിട്ടാത്തത്. കറക്റ്റ് ആയിട്ട് പാസേജിന്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഓപ്ഷൻസിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും, അതായത് ഒരു 6 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ ഒരു 4 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റുമെന്നല്ല, ഏകദേശമൊക്കെ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ എല്ലാത്തിലും ഉപരി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സംഭവം എന്താണ്? വായിക്കാൻ പറ്റണം, വായിക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് പാസേജ് വായിച്ചാൽ അതിന്റെ ഐഡിയ എടുക്കാൻ പറ്റണം, മൊത്തത്തിലുള്ള ഐഡിയ എടുക്കാൻ പറ്റണം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സെന്റൻസ് വായിച്ച് അതിന്റെ ട്രാൻസ്ലേഷൻ അല്ല, മൊത്തത്തിൽ അവിടെ എന്ത് ഐഡിയ ആണ് പറയുന്നത്, ഐഡിയ എടുക്കണം. നമ്മുടെ ആനിമൽ ഡിസ്പോസലിന്റെ കാര്യത്തിൽ അവിടെ ഐഡിയ എന്താ പറയുക? ആനിമൽ ഡിസ്പോസ് ചെയ്യുന്നതിന്റെ കുറെ ലീഗൽ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ? അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എയിലേക്ക് പോകാൻ പറ്റും, മൂന്നാമത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? എ ആയിരുന്നു അല്ലെ? അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നതും എ തന്നെയാണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആൻസർ കൃത്യമായിട്ട് കിട്ടിയോന്നല്ല, അത് ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് കിട്ടിയത് എന്നുള്ളത് വേണം മനസ്സിലാക്കി പോകാൻ. അത് മനസ്സിലായെന്ന് മാത്രം നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. മാക്സിമം അടുത്ത റെക്കോർഡിങ്സിൽ അതിന്റെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ക്ലാരിഫിക്കേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സംഭവം ചെയ്യാം കേട്ടോ. അപ്പോ ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.